വീടിൻ്റെ അകത്ത് കുറച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ കംപ്ലീറ്റ് പൊടിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചും പിന്നെ ഈ ഓഫീസിൽ പോയിരുന്ന് ഫുൾ ടൈം എ സിയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണമാണെന്ന് തോന്നുന്നു. കുറച്ച് പനിയൊക്കെ ആയിട്ട് ഒന്ന് റിക്കവറായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു നോർമൽ ലൈഫ് മോഡിലേക്ക് തിരിച്ചു വരാൻ കുറേ അധികം സമയം എടുത്തു. പിന്നെ ഒരു പനി വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് മൊത്തത്തിലുള്ള ഹെൽത്ത് അങ്ങോട്ട് ഓക്കെ അല്ല എന്ന്. സൗണ്ടൊക്കെ ഒന്ന് തിരിച്ചൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു, ഇനി മൊത്തത്തിലൊന്ന് തിരിച്ചു പിടിക്കണം. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു കുട്ടി വാക്കിങ്ങിന് പോവുകയാണ്. ഒരു രാവിലെ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നല്ല പോലെ വെയിലെന്ന് കരുതി മടിച്ചിരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ സൺഡേ സാറ്റർഡേ നമ്മുടെ ഫ്ലാറ്റിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒട്ടുമിക്ക ആൾക്കാരും വീടിനകത്തായിരിക്കുമല്ലോ, ആർക്കും അധികം ഓഫീസിലൊന്നും പോകണ്ട. പിന്നെ ഒരു വിധം എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ദിവസമായിരിക്കും. ഈ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്ന ദിവസം ഉണ്ടല്ലോ, രാവിലെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പോലുള്ളൊരു സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അത്രയധികം സ്കൂൾ വണ്ടികളും പിന്നെ ഓഫീസ് ക്യാബ്സൊക്കെ ആയിട്ട് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ചില സമയമൊക്കെ ഇവിടെ ഈ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട് കേട്ടോ. ഈ എലോൺ മൂവിയുടെയൊക്കെ കുറേ പാർട്സൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ സിനിമാ നടന്മാരെയൊന്നും കണ്ടിട്ടില്ല. ആരൊക്കെയോ ക്യാരവാനിൽ വരുന്നു, ആരൊക്കെയോ പോകുന്നു എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. എന്തൊക്കെയോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടാണ് കേൾക്കാറുള്ളത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ആണ് നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് നടന്ന് സ്വന്തം ഒരു സഡൻ ബ്രേക്ക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പനിയൊക്കെ മാറി വരുന്നതുകൊണ്ട് മൊത്തത്തിലൊരു ഉന്മേഷക്കുറവുണ്ട്. എന്നാലും ഇത് ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും തുടങ്ങില്ല എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടേക്കൊക്കെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ ദിവസങ്ങളായി കേട്ടോ. വെറുതെ വീടിനകത്തിരുന്നാൽ പോലും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഒരു മടിയായി എന്നുള്ളൊരവസ്ഥയാണ്. കാരണം ഒട്ടുമിക്ക സമയത്തും വെയിലാണ് അല്ലെങ്കിൽ മഴയാണെന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ചിരിക്കാറാണ് പതിവ്. അപ്പോൾ പഴയ ഒരു റൊട്ടീനിലേക്കൊക്കെ ഇനി തിരിച്ചു വരണം. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടൊരു റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ ഏരിയ. ഫുഡ് കോർട്ടല്ല, ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ ഏരിയ. മൊത്തത്തിൽ എപ്പോഴും ഫുഡിൻ്റെ ഒരു ചിന്തയുള്ളൂ. അപ്പം നമ്മളിവിടെ വരുമ്പോൾ യൂഷ്വലി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ക്ലബ് ഹൗസ് ഒക്കെ ആയിട്ട് വൻ സെറ്റപ്പിലൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പോൾ അവർ മൊത്തത്തിലൊന്ന് മാറ്റി. കാരണം കുറച്ച് ഭിത്തിയൊക്കെ പൊളിഞ്ഞു തുടങ്ങി, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിനോവേഷനൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് ബാഡ്മിൻ്റൺ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കാൻ ഇവിടെ വരുന്നത് ഞാൻ കാണാറുണ്ട്. വെള്ളം മൊത്തം കംപ്ലീറ്റ് അഴുക്കായി കിടക്കുകയാണ്. എന്താണ് ഇവരുടെ പ്ലാൻ എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷേ ഈ ഒരു ഏരിയ എനിക്ക് ഈ ഫ്ലാറ്റിൽ വന്നപ്പോൾ മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്ന് ചുമ്മാ ഇരുന്നാൽ പോലും എന്തോ ഒരു സമാധാനമാണ്. കുറേയധികം പച്ചപ്പുല്ലൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ടായിരിക്കാം കേട്ടോ. ഞാൻ അവിടെ കുറേയധികം നടന്നു. ഈ ഫ്ലാറ്റിൽ വന്ന സമയം മുതലുണ്ടല്ലോ, ഞാൻ രണ്ട് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങിയാൽ സ്പെൻഡ് ചെയ്യാറുള്ളത്. ഒന്ന് ദേ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയും പിന്നെ ഉള്ളത് വേറൊരു സ്ഥലമാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലാറ്റിൽ വന്നിട്ട് ഏകദേശം 3 വർഷമായി. പിന്നെ ഉടനെ തന്നെ നമുക്ക് ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. കാരണം അബിയുടെ ജോലി സ്ഥലമൊക്കെ ഇപ്പിച്ചിട്ട് മാറിയതുകൊണ്ട് അബിക്ക് പോയി വരാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഫ്ലാറ്റിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കുള്ളൊരു ഏരിയ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആപ്റ്റ് ആവുന്ന രീതിയിലും പിന്നെ ബാക്കിയുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എത്രമാത്രം സക്സസ് ആവുമെന്ന് നോക്കിയിട്ട് മൂവ് ഔട്ട് ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ്. പിന്നെ ഈ ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ പിള്ളേരുടെ ഒരു ബഹളമാണ് കേട്ടോ. കാരണം അവർ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ഈ ഫ്ലാറ്റിൽ ശരിക്കും പറഞ്ഞാൽ പട്ടികൾ, പൂച്ചകൾ, അതായത് പെറ്റ്സ് ഉണ്ടല്ലോ, പെറ്റ്സ് അലോഡാണ്. ഈ ഫ്ലാറ്റിൽ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം അതായിരുന്നു. കാരണം ഒട്ടുമിക്ക ഫ്ലാറ്റ്സിലും ഇപ്പോഴൊക്കെ എനിക്കറിയില്ല, ഞാൻ വന്നൊരു സമയത്ത് അവരാരും അത് അലോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ അവർ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പെറ്റ്സ് അലോഡാണ്. പക്ഷേ ഈ പുൽത്തകിടിയൊക്കെ ഉള്ള ഏരിയ ഉണ്ടല്ലോ, അവിടെ മാത്രമാണ് റെസ്ട്രിക്റ്റഡ് എന്ന്. ഇത് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ. ഞാൻ അധികമൊന്നും ഇവിടേക്ക് വരാറില്ല. പിന്നെ ഈ കമ്പിവേലി കണ്ടില്ലേ, ഇതാണ് നമ്മൾ കണ്ട ബാഡ്മിൻ്റൺ കോർട്ട്. അകത്തും ഇത് പുറത്തുള്ള ഏരിയയാണ്. ഇതിന് തൊട്ടപ്പുറത്തുള്ളൊരു സ്കൈലൈൻ്റെ ഫ്ലാറ്റാണ് കേട്ടോ ഇതോ. ഈ ഒരു ഏരിയ മൊത്തം ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ്സ് ആണ്. എനിക്ക് തോന്നിയത് പണ്ട് ഇത് ചതുപ്പ് സ്ഥലമായിരുന്നു, അതിവിടെ ശരിയാക്കിയിട്ടാണ് ഈ ഫ്ലാറ്റ്സൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന്. കാരണം നമ്മുടെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഒരു പുതിയ ഫ്ലാറ്റിന് വേണ്ടിയിട്ട് കുഴിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടും വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ തടാക കായൽ സെറ്റപ്പൊക്കെ ഇതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഇത് പണ്ട് എവിടെയോ കായലൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണെന്ന്.
അങ്ങനെ നടത്തിയൊക്കെ കഴിഞ്ഞ് കാര്യമായിട്ടുള്ളൊരു സ്പെൻഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആങ്കിൾ ജോയിൻസ് ഒക്കെ നല്ലപോലെ പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കുറേ നാളായല്ലോ നടന്നിട്ട്. പിന്നെ അത് മാത്രമല്ല, പനിയൊക്കെ കഴിഞ്ഞൊന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ നേരെ വന്ന് ഒരു ഉഡായിപ്പ് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉഡായിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീക്ക്ലി ആയിട്ട് മീൽ പ്രിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ രാവിലെ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ നോക്കാറുണ്ട്. പിന്നെ കൊതിയൊന്നും നമ്മളെപ്പോഴും വിട്ട് പോകാത്തതുകൊണ്ട് സാറ്റർഡേ സൺഡേ മിക്കപ്പോഴും നോർമൽ ഫുഡാണ് കഴിക്കാൻ ശ്രമിക്കാറ്. പിന്നെ ഞാൻ ഈ മേടിച്ച സാധനം ഞാൻ എൻ്റെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അഗാരോൻ്റെ ഒരു എഗ് ബോയിലറാണ്. കാരണം കൂടുതലും ഇപ്പോൾ പ്രോട്ടീനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, എഗ്ഗ് വീട്ടിലൊരു മെയിൻ കണ്ടൻറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് പുഴുങ്ങാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇത് നോക്കിയപ്പം അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു. പിന്നെ പെട്ടെന്ന് പരിപാടികളൊക്കെ ചെയ്യാം. ഈ ഫുഡിങ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ സീരിയലോ, അതായത് സീരിയലെന്ന് വെച്ചാൽ എനിക്ക് ഉപ്പും മുളകും സീരിയലുണ്ടല്ലോ, ഈ കോമഡി ഉള്ളത് ബാലു നീലു, അതെനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കാണാറുള്ളൊരു സാധനം അതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേഗം പോയി ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ ഒരു പ്ലാനിങ്ങിൽ, അതായത് പണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ബേസിക് പ്ലാൻ ഉണ്ടാവുമല്ലോ, അതായത് നമ്മുടെ ഒരു റുട്ടീനും കാര്യങ്ങളും ഫേസ് പാക്കും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് റുട്ടീൻ, അതിലേക്കൊന്ന് എത്താൻ നോക്കുമായിരുന്നു. അങ്ങനെ വേഗം പോയി ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് ഒരു കുളിയും കഴിഞ്ഞ് വാക്സിൻ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്തോ ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മേക്കപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു സന്തോഷമാവും. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. ഇനി കാര്യമായിട്ടുള്ളൊരു കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പം ഈ മീൽ ഉണ്ടല്ലോ, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ മിക്കപ്പോഴും ലഞ്ചൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര ടയേർഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ മേക്കപ്പൊക്കെ ഇട്ട് വന്ന് നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് അങ്ങനെ ഭയങ്കരമായ കുക്കിംഗ് പ്ലാനൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നാളെ ഈവനിങ്ങിലേക്ക് എന്താ ചെയ്യേണ്ടത് അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അഭി കൂടുതലും ഈ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസാണ് കഴിക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ കടല പുഴുങ്ങിയതോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ABC ജ്യൂസ് ഇപ്പോൾ ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തേക്കുന്ന സാധനമാണ് കേട്ടോ. എനിക്കിത് എന്നും ഉണ്ടാക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അബിക്ക് ഇതാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ ക്യൂബ്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി ഫ്രീസറിൽ തന്നെ കീപ്പ്, അതാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പീലിംഗ് ചെയ്യാന്നുള്ളത് ഈ കട്ടിങ്ങിനെക്കാട്ടി മടിയുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിട്ട്. പണ്ടൊക്കെ കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഈ റുട്ടീനും കാര്യങ്ങളൊക്കെ ശേഷം നമുക്കൊരു മേക്കപ്പൊക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേക മൂഡ് ചേഞ്ചസ് ഒക്കെ വരാറുണ്ടെന്ന്. അതായത് ഒരു സ്ഥിരമുള്ള മടുപ്പും ഒക്കെ മാറിയിട്ട് എന്തൊക്കെയോ ഒരു പുതിയ കാര്യങ്ങളും പുതിയ സന്തോഷങ്ങളൊക്കെ കിട്ടുന്നത് പോലെ എല്ലാം കൊണ്ടുപോകുന്നത് നമ്മുടെ മൂഡ് സ്വിങ്സ് ആണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്നെ തന്നെ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിലേ, എസ്പെഷ്യലി റിനോവേഷൻ, പെയിൻറ്റിങ്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ഓഫീസിലെ കാര്യങ്ങൾ അല്ലാതെ നമുക്കുള്ള പണികളൊക്കെ കഴിയുമ്പോൾ നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര എക്സോസ്റ്റഡ് ആവാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരണമെന്ന് കുറേ ദിവസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് കുറേ അധികം മോട്ടിവേഷൻ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെപ്പോഴും ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാന്നൊക്കെ പറഞ്ഞ് കട്ടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇത്രയും നാളൊരു മടുപ്പും പനിയും ബഹളവും സൗണ്ടില്ല, അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ തന്നെ ഒരു ജോലി ചെയ്യാനൊക്കെ ഉള്ളൊരു മടുപ്പ്, ഇതൊക്കെ കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചട കുടഞ്ഞിരിക്കുന്ന ദിവസമായിരുന്നു. ഇന്നാണ് ഒന്ന് എഴുന്നേറ്റതെന്ന് വേണമെങ്കിൽ പറയാം. വളരെ കുറച്ച് ജോലികൾ മാത്രമേ ഇന്ന് നമുക്ക് കിച്ചണിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് സന്ധ്യാസമയമായെന്ന് തോന്നി. കാരണം ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ എനിക്ക് ലൈറ്റൊന്നും ഡയറക്റ്റ് അടിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ നേരെ വന്ന് ബാൽക്കണിയിൽ നോക്കിയാൽ മാത്രമേ എനിക്ക് സന്ധ്യയായോ എന്ന് തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കിച്ചണിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇനി ക്ലീനിങ്ങിലേക്ക് കടക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് ഒരുവിധം രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ തന്നെ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. അന്നത്തെ കുക്കിങ്ങും അന്നത്തെ റുട്ടീനും ഒക്കെ ഒന്ന് ചടപടയെന്ന് ചെയ്യാൻ തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ ക്ലീനിങ്. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം മനസ്സമാധാനം കിട്ടാറുണ്ട് കേട്ടോ. ഈ ഫ്ലാറ്റ് ഞാൻ കാണാൻ വന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സ്ഥലം ഈ കിച്ചണാണ്. ഒന്നാമത്തെ കാര്യം ഇതൊരു ഓപ്പൺ കിച്ചണായിരുന്നു. പിന്നെ ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. പക്ഷെ പണ്ട് മമ്മിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ കിച്ചൺ വീടിന് അത്ര നല്ലതല്ല എന്ന്. പക്ഷേ എന്നാലും എനിക്കിതിന് ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടാണ് ഫൈനലി ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടുന്ന് പോകാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ
എന്തൊക്കെയോ ഒരു വിഷമമാണ്. ഞാൻ ഈ കിച്ചൺ വീട് എന്നതിനെക്കാട്ടും എനിക്ക് കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഒരു പോപ്പുലേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കംപ്ലീറ്റ്ലി ഒരു യങ്ങർ പോപ്പുലേഷനുള്ള ഏരിയ ആണല്ലോ. അപ്പോൾ നമ്മുടേതായ ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യമുള്ളൂ, കുറേ അധികം പോപ്പുലേറ്റഡ് ആണ്. പിന്നെ ചില സമയമൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് പുറത്തിറങ്ങാൻ പോകുമ്പോഴുണ്ടല്ലോ നല്ല പോലെ ബ്ലോക്കായിട്ട് നമുക്കൊരു മടുപ്പം തോന്നും. പക്ഷേ ഇവൻച്വലി എന്നാലും എനിക്ക് കാക്കനാടിനോട് ഇത്രയും നാൾ ഞാൻ എറണാകുളത്ത് താമസിച്ച സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമുക്ക് സന്ധ്യാസമയം വിളക്ക് കൊളുത്താനുള്ള സമയമായി. അങ്ങനെ ഞാൻ നേരെ വന്ന് വിളക്കൊക്കെ തെളിയിച്ച് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു മനസ്സമാധാനമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഹോബീസൊക്കെ ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വേറൊരു കാര്യം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ കുറേ അധികം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് വായിക്കുമ്പോൾ എത്രയാണെങ്കിലും ഈ ഫോൺ ഞോണ്ടുന്നത് പോലെയല്ല കേട്ടോ. ഞാൻ അതിനകത്ത് ഇങ്ങനെ അലിഞ്ഞിരുന്നു പോവും. പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് എനിക്കൊരു കൂട്ടുകാരി കൊണ്ടു തന്ന ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്നൊരു പുസ്തകമാണ്. അന്ന് പിന്നെ നമുക്ക് ഈ ഫോണും കാര്യങ്ങളൊന്നും തീരെ ഇല്ലല്ലോ. നമ്മൾ കംപ്ലീറ്റ്ലി പുസ്തകങ്ങളിലൂടെയാണല്ലോ. സ്കൂളിലൊക്കെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എനിക്കൊരു കോളേജിൽ കയറുന്ന സമയത്താണ് ആദ്യമായിട്ട് ഫോണൊക്കെ വാങ്ങി തന്നിട്ടുള്ളത്. പക്ഷെ അപ്പോൾ പോലും ഇത്രയും സോഷ്യൽ മീഡിയയും വാട്സപ്പ് പോലും ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഫോൺ അഡിക്ഷനൊന്നും ഇപ്പോഴത്തെ പോലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പിന്നെ കോളേജിലൊക്കെ വന്നതിന് ശേഷം പിന്നെ ഈ ഫോൺ എന്നൊരു സാധനം റീൽസൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഈ ക്ഷമയോടിരുന്ന് വായിക്കാനുള്ള ആ ഒരു ടെൻഡൻസി വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഫോൺ ഞോണ്ടാൻ ഒരു പ്രത്യേക ടെൻഡൻസി വരുന്നുണ്ട് കേട്ടോ. ഞാനും അഭിയും മാത്രം വീട്ടിലുള്ളത് കൊണ്ട് വീക്ക്ലി വൺസ് ആണ് ഞാൻ എപ്പോഴും ഈ വാഷിങ് ക്ലോത്തൊക്കെ വാഷ് ചെയ്യുന്നതും പിന്നെ കിച്ചണൊക്കെ ഒരുവിധം ക്ലീൻ ചെയ്യുന്നത്, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത്, ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം കാര്യമായിട്ടുള്ളൊരു ഡ്രസ്സൊന്നും എപ്പോഴും നമുക്ക് വാഷ് ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാനൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ വീക്ക്ലി ചെയ്യുമ്പോൾ കറണ്ടും കുറച്ച് ലാഭിക്കാം, പിന്നെ ബാക്കി പണികളും നമുക്ക് കുറച്ചായിരിക്കുമല്ലോ. അപ്പോൾ അയൺ ചെയ്തുള്ളത് സെപ്പറേറ്റും അല്ലാത്തതുള്ള സെപ്പറേറ്റൊക്കെയാണ് ഞാൻ എപ്പോഴും വെക്കാറുള്ളത്. ഇനി നമുക്ക് വേഗം പോയിട്ട് കുറച്ച് ഡിന്നർ ഉണ്ടാക്കാം. ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അബിക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക് കടലയും വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് ഒരു ഗ്രീൻ ടീ കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം കഥാ ഹുവ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇത്രയും പീസ് ചിക്കനാണ്. കാരണം എനിക്ക് കാര്യമായിട്ടുള്ളൊരു വിശപ്പൊന്നും ഈ പനിക്ക് ശേഷം അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടില്ല. ഇതും കഴിക്കാൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് കഞ്ഞിയൊക്കെ കുടിക്കാനാണ് തോന്നുന്നത്. പക്ഷേ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നാറുണ്ട്. കാരണം പണ്ട് ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ. പിന്നെ കുടിച്ച് ഇപ്പോൾ ഓഫീസിൽ പോയി എല്ലാവരും ചായ കുടിച്ചാലും എനിക്ക് ഗ്രീൻ ടീ കുടിക്കാനാണ് ഇഷ്ടം. അങ്ങനത്തെ ഒരു ഫേസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഈ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിനി കുറച്ച് നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണാനുള്ള ഒരു സമയമാണ് കേട്ടോ. രാത്രി സമയം എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു സമയമാണ്. അത് ഉറങ്ങുന്നത് കൊണ്ടല്ല കേട്ടോ. എനിക്ക് കുറേ സമയം രാത്രി ഇരുന്ന് എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ. അപ്പം ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ സിന്നർ എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പരിപാടിയും കൂടെ കഴിഞ്ഞ് നമുക്ക് വേഗം പോയി കിടന്നുറങ്ങാം. അതിനു മുമ്പ് നാളത്തേക്കുള്ള പരിപാടികളൊക്കെ എഴുതി വെക്കുന്ന ഒരു കുട്ടി ജേർണലിംഗ് സെറ്റപ്പും കൂടി ഞാൻ പണ്ട് മുതൽ ഫോളോ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അതും നമുക്കിന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് കാര്യവും പിറ്റേ ദിവസം ടിക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പുണ്യം എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിത്തീർന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് വെക്കാറും സ്ഥിരം ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഇനി ഇപ്പോൾ ഗ്രീൻ ടീ കൂടെ അങ്ങനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം പോയി കിടന്നുറങ്ങാം. അത്യാവശ്യം ടയേർഡാണ്. കാര്യമായി പണിയൊന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ പനിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് സെറ്റായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഈ മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് വേഗം തന്നെ ഒരു കുട്ടി സ്കിൻ കെയർ റുട്ടീനും കൂടെ ചെയ്തിട്ട് നന്നായിട്ട് കിടന്നുറങ്ങാം. ഒരു നോർമൽ ക്ലെൻസിങ്ങും ഫേസ് വാഷും ഒക്കെ കഴിഞ്ഞതിന് ശേഷം യൂഷ്വലി ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഒരു സ്കിൻ റീസൈക്ലിംഗ് മെത്തേഡാണ് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ അറിയായിരിക്കും. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് റെറ്റിനോളും ഒരു നൈറ്റ് സ്ലീപ്പ് മാസ്കുമാണ് കേട്ടോ. അത് എസ്പെഷ്യലി ലിപ്പിന് വേണ്ടിയിട്ടുള്ളത് ലനേഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. വീണ്ടും വീഡിയോ കാണാം.